സർ, ഈ അമേരിക്ക ഇസ്രായേൽ ചർച്ചയിലേക്ക് വരുമ്പോൾ മധ്യസ്ഥ രാജ്യങ്ങളുടെ ഒരു സമ്മർദ്ദം അത് ട്രംപിന് മുകളിലും അമേരിക്കയ്ക്ക് മുകളിലുമുണ്ട്. ആദ്യഘട്ടം മുതൽ തന്നെ ഇസ്രായേലിന് അനുകൂലമായ നിലപാടാണ് ട്രംപ് ഇന്നേ വരെ സ്വീകരിച്ചിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ചർച്ചയിൽ ട്രംപ് മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന നിലപാടുകൾ എന്തായിരിക്കും? അതിനെ എങ്ങനെയായിരിക്കും ഇസ്രായേൽ തഴയിടുക? അന്വേഷണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ട്രംപ് നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ 20 പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഈ രണ്ടാം ഘട്ടത്തിൽ വരേണ്ടത്. അതിൽ ഹമാസിന്റെ നിരായുധീകരണം എന്നത് ഏറ്റവും അവസാനം വരേണ്ടതാണ്. അതിനു മുമ്പ് ഗസയിൽ ഒരു ഇടക്കാല സർക്കാർ രൂപവൽക്കരണം വരേണ്ടതുണ്ട്. തുടർന്ന് വിവിധ രാജ്യങ്ങളുടെ സേനയെ ഗസയിൽ വിന്യസിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമമാണ് തുടർന്ന് വരേണ്ടത്. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളും ഇപ്പോൾ പോലും ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം പലസ്തീനികളുടേതല്ലാത്ത ഒരു സർക്കാരിനെ അംഗീകരിക്കുന്ന പ്രശ്നമില്ലെന്ന് ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നിയോഗിക്കാൻ പോകുന്ന ഈ ടെക്നോക്രാറ്റുകൾ ഉൾപ്പെടെയുള്ള ഈ ഫലസ്തീൻ ഭരണസമിതിയിൽ ആരൊക്കെയായിരിക്കും അംഗങ്ങൾ, പുറമെ നിന്നുള്ള ആരെങ്കിലും അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം അമേരിക്ക നടത്തുമോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഏതൊക്കെ രാജ്യങ്ങളാണ് സേനയെ ഗസയിലേക്ക് വിടുക എന്ന കാര്യത്തിലും ഇപ്പോൾ പോലും ഒരു വ്യക്തതയിൽ എത്തിയിട്ടില്ല. പുതുതായിട്ട് സേനയെ അയക്കില്ല എന്ന തീരുമാനം ഇപ്പോൾ പാകിസ്ഥാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഖത്തറിന്റെയും തുർക്കിയുടെയും സേനയെ ഗസയിൽ വരാൻ അനുവദിക്കില്ല എന്ന ഒരു നിലപാടിലാണ് നേരത്തെ മുതൽ തന്നെ ഇസ്രായേൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. അക്കാര്യങ്ങൾ കൂടി ഇന്ന് നടക്കുന്ന ട്രംപുമായിട്ടുള്ള ചർച്ചയിൽ നെതന്യാഹു ഉന്നയിക്കും. എന്തായാലും അടുത്ത വർഷം ജനുവരിയോ അതല്ലെങ്കിൽ ഫെബ്രുവരിയോട് കൂടിയോ പുതിയ സേനയെ ഗസയിലേക്ക് നിയോഗിക്കാൻ സാധിക്കും. അതോടുകൂടി ഇസ്രായേലിനെ അവിടെ നിന്ന് പിൻവലിക്കാൻ, ഇസ്രായേൽ സേനയുടെ പിന്മാറ്റം പൂർണ്ണമാക്കുക എന്നതാണ് ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശം. പക്ഷേ ഇത് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും അദ്ദേഹത്തിന്റെ തീവ്ര വലതുപക്ഷ മന്ത്രിമാരായിട്ടുള്ള ബെൻഗബറും സ്മോട്രിക്കും ഇത് അംഗീകരിക്കുമോ എന്ന കാര്യം പോലും വ്യക്തതയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഫ്ലോറിഡയിൽ നടക്കുന്ന ആ ചർച്ചയിലൂടെ മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ കുറെ കൂടി ഒരു വ്യക്തതയിൽ എത്തുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനീഷ.